ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സലിൽ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം അല്ലെങ്കിൽ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ഫോർമുല ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വാക്ക് എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കും. ഇവിടെ എ കോളത്തിൽ ഞാനിവിടെ കുറച്ച് നെയിംസ് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ അതിൽ വിരാത്, സേവാഗ്, ദ്രാവിഡ്, സച്ചിൻ അങ്ങനെ കുറച്ച് നെയിംസ് ഉണ്ട്. സോ ഞാനിവിടെ വിരാത് ഈ ലിസ്റ്റിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വിരാത് എന്ന നെയിം എത്ര തവണ വന്നിട്ടുണ്ട് എന്ന കൗണ്ട് എടുക്കാനായി ഞാൻ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അതിനായി ഇസിക്കൽ ടു കൗണ്ട് ഇഫ് ഓപ്പൺ പാരാന്തസിസ് റേഞ്ച് സെലക്ട് ചെയ്യുക. റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡാറ്റ അടങ്ങിയിട്ടുള്ള സെല്ലുകളെയാണ്. ഇവിടെ ഡാറ്റ അടങ്ങിയിട്ടുള്ള സെല്ലുകൾ എന്ന് പറയുന്നത് നെയിംസ് അടങ്ങിയിട്ടുള്ള സെല്ലുകളെയാണ്. സോ അത് സെലക്ട് ചെയ്ത ശേഷം കോമ. അടുത്തിൻ്റെ അവിടെ ചോദിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏത് നെയിമാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്, അതാണ് നമ്മുടെ ഇവിടുത്തെ ക്രൈറ്റീരിയ. എനിക്കിവിടെ വിരാത് എത്ര തവണ വന്നിട്ടുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഡബിൾ കോട്ട്സിൽ എനിക്ക് വിരാത് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വിരാത് എന്ന പേരടങ്ങുന്ന സെൽ എനിക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ആദ്യം ടൈപ്പ് ചെയ്ത് കാണിക്കാം. വിരാത് എന്ന നെയിം ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കൗണ്ട് കിട്ടുകയാണ്. വിരാത്തിൻ്റെ കൗണ്ട് എത്രയാണ്? 6 ടൈംസ് ഉണ്ട്. 1 2 3 4 5 6 6 6 ടൈംസ് വിരാത്ത് എന്ന നെയിം റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ഡബിൾ കോട്ട് അല്ലാതെ സെല്ല് സെലക്ട് ചെയ്ത് എനിക്ക് വിരാത്തിൻ്റെ കൗണ്ട് എടുക്കാൻ കഴിയും. സോ അതിനായി ഞാൻ ആ വിരാത്ത് ഒന്ന് ടൈപ്പ് ചെയ്ത ഭാഗം ഡിലീറ്റ് ചെയ്ത ശേഷം ആ സെല്ല് അങ്ങ് സെലക്ട് ചെയ്യണം. A4 വിരാതിൻ്റെ നെയിം ഉള്ളത്. വിരാതിൻ്റെ നെയിം അടങ്ങുന്ന സെല്ല് സെലക്ട് ചെയ്ത ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കിപ്പോൾ സേവാഗിൻ്റെ കൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ A4 സെലക്ട് ചെയ്തതിന് പകരം സേവാഗിൻ്റെ നെയിം അടങ്ങുന്ന സെല്ല് സെലക്ട് ചെയ്യാണ്. അവിടെ A5 ആണ് സേവാഗിൻ്റെ നെയിം ഉള്ളത്. സോ ഞാൻ സേവാഗിൻ്റെ നെയിമുള്ള സെല്ല് സെലക്ട് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യാണ്. 2 തവണ സേവാഗ് എന്ന നെയിം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു വലിയ ഡാറ്റയിൽ നിന്ന് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ തന്നെ കൗണ്ട് എടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നെയിംസും റിസൾട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ നെയിംസിന് അഗെയിൻസ്റ്റ് പാസും ഫെയിലും കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ആണ് പാസ്സായിട്ടുള്ളതിനുള്ളതിൻ്റെ കൗണ്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അതിനായിട്ട് നമ്മളിവിടെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഈക്വൽ ടു കൗണ്ട് ഓപ്പൺ പാരാന്തസിസ് റേഞ്ച് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഈ റേഞ്ച് എന്ന് പറയുന്നത് നെയിംസ് അടങ്ങിയ കോളമാണ് അല്ലെങ്കിൽ നെയിംസ് അടങ്ങിയ സെല്ലുകളാണ്. സെലക്ട് ചെയ്തതിനു ശേഷം കോമ. ക്രൈറ്റീരിയ എന്താണ് ക്രൈറ്റീരിയ? എനിക്കിവിടെ പാസിൻ്റെ എണ്ണമാണ് വേണ്ടത്. സോ ഞാൻ പാസ് അടങ്ങിയിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡബിൾ കോട്ടിൽ നിങ്ങൾക്ക് പാസിന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എളുപ്പത്തിൻ്റെ പാസ് അടങ്ങിയ സെല്ല് സെലക്ട് ചെയ്യുന്നു. ശേഷം ക്ലോസ് പാരാന്തസിസ് ആൻഡ് ക്ലിക്ക് എൻ്റർ. 7 പേര് പാസ്സായിട്ടുണ്ട്. 1 2 3 4 5 6 7 ടോട്ടൽ 7 പേര് പാസ്സായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഗ്രേറ്റർ ദാൻ വാല്യൂസും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സപ്പോസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സെയിൽസ് റിപ്പോർട്ടുണ്ട്. സോ എനിക്ക് സെയിൽസ് 5000 എബോവ് വന്നിട്ടുള്ളവരുടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അതും ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ്. അതായത് ഒരു കമ്പനിയിലെ സെയിൽസ് 5000 എബോവ് സെയിൽസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മുകളിൽ സെയിൽസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മളിവിടെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഈക്വൽ ടു കൗണ്ട് ഓപ്പൺ പാരാന്തസിസ് റേഞ്ച് സെലക്ട് ചെയ്യുന്നു. എനിക്ക് എമൗണ്ട് അല്ലെങ്കിൽ ആ വാല്യൂ ഉൾപ്പെട്ട റേഞ്ച് ഞാൻ സെലക്ട് ചെയ്യാണ്. അതായത് ആ സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്യാണ്. ശേഷം കോമ. ദെൻ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 5000 ആണ്. അപ്പോൾ നമ്മൾ ഡബിൾ കോട്ട്സിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുകയാണ്. ഗ്രേറ്റർ ദാൻ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ദെൻ 5000 കൊടുക്കുകയാണ്. 5000 ക്ലോസ് ദ കൊട്ടേഷൻ, ക്ലോസ് പാരാന്തസിസ് ആൻഡ് ക്ലിക്ക് എൻ്റർ. ഇവിടെ 6 പേര് എബോവ് 5000 ആയിട്ടുണ്ട്. 5200, 6000, 7000, 5500, 6200 and 8000. മൊത്തം 6 നമ്പേഴ്സ് ഉണ്ട്. കാണിക്കാം. 1 2 3 4 5 and then 6 ടോട്ടൽ 6 കൗണ്ട്സ് ഉണ്ട്. സോ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഓരോ ടാസ്കും കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവയുടെ വാല്യൂസ് അല്ലെങ്കിൽ കൗണ്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സൽ ടിപ്സുമായിട്ട് വരുന്നതാണ്. വീഡിയോയിൽ കാണുന്ന ഫോർമുലാസ് എല്ലാം എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.